സർജറിക്കു ശേഷം പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ ഒരുപാട് സമയമെടുക്കുമല്ലേ? ആരോഗ്യം വീണ്ടെടുക്കാൻ കൂടുതൽ കരുതൽ നൽകാം. അതിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? 1. അണുബാധ തടയുക. അണുബാധയിൽ നിന്ന് സംരക്ഷണം നേടേണ്ടത് വളരെ പ്രധാനമാണ്. മുറിവിൽ തൊടുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് പോലുള്ള ലളിതമായ ചുറ്റുകൾ പിന്തുടരുക. 2. മുറിവ് ശരിയായി പരിപാലിക്കാം. മുറിവ് പതിവായി പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിന്റെ നിറം നിരീക്ഷിക്കുക, നീരുണ്ടോ എന്ന് നോക്കുക, തുന്നലുകളുടെ അവസ്ഥ പരിശോധിക്കുക. ഇത്തരം സൂക്ഷ്മ പരിശോധന അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനും ഉചിതമായ പരിചരണം ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. 3. ആരോഗ്യത്തിന് ആവശ്യമായ വെള്ളവും പോഷകാഹാരവും മരുന്നും ഒഴിവാക്കരുത്. ആരോഗ്യകരമായ ഭക്ഷണക്രമവും ജലാംശവും ശരീരത്തിൽ നിലനിർത്തുന്നത് രോഗശാന്തി വേഗത്തിലാക്കാൻ സഹായിക്കും. കൃത്യസമയത്ത് മെഡിസിനുകളും ആന്റിബയോട്ടിക്കുകളും എടുക്കാൻ മറക്കരുത്. 4. ലക്ഷണങ്ങൾ ജാഗ്രതയോടെ നേരിടാം. 101 ഡിഗ്രിയോ അതിൽ കൂടുതലുള്ള പനി, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, അണുബാധയുള്ളതോ വീർത്തതോ ചുവന്നതോ അല്ലെങ്കിൽ അമിതമായി വെള്ളം ഒഴുകുന്നതോ ആയ മുറിവ്, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാലുടനെ ഡോക്ടറെ സമീപിക്കണം. 5. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റുകൾ അവഗണിക്കരുത്. അപ്പോയിന്റ്മെന്റുകൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ വീണ്ടെടുക്കലിനെ അപകടത്തിലാക്കിയേക്കാം. ജനസേവാ മിഷൻ ഹോസ്പിറ്റൽ, കൈവിടാത്ത വിശ്വാസം.